ഹലോ ഫ്രണ്ട്സ്, റിയൽ ടേസ്റ്റ് റെവല്യൂഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊഴുക്കട്ടയാണ്. അതിനായി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് നൈസ് പത്തിരിപ്പൊടിയാണ്. അത് ചൂടുവെള്ളത്തിൽ കുഴച്ച് ചെറിയ ഉരുളകളാക്കി വെച്ചിരിക്കുന്നു. തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൊഴുക്കട്ട ചെറിയ ഉരുളകളാക്കിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടിട്ട് വേവിക്കണം. അതിനായി കുറച്ച് വെള്ളം എടുത്തിട്ട് ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അടുപ്പത്ത് ചെറിയ ചൂടോട് കൂടിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ചിക്കൻ ചെറിയ പീസാക്കി വെക്കുക. വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, തക്കാളി ചെറിയ പീസാക്കി വെക്കുക. ചിക്കനിൽ വേണമെങ്കിൽ കുറച്ച് മസാല പുരട്ടി വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ്ഫുൾ ആയിരിക്കും. കുറച്ച് സമയം നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് പാത്രം വെച്ച് അതിൽ ചിക്കൻ പീസ് ഇട്ടിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ പീസുകളാക്കിയത് ചേർത്തു. ശേഷം പച്ചമുളക് ഇടുക. എന്നിട്ട് നന്നായി കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷം അതിലേക്ക് സവാള ചേർക്കുക. സവാള ചേർത്ത് കുറച്ച് സമയം അതിൻ്റെ കൂടെ വെക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് സവാള ഒന്ന് ചൂടാവുന്നത് വരെ വെക്കുക. ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കുക. കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് എരിവിന് പാകത്തിന് ഇടുക. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും എരിവിനനുസരിച്ച് നമുക്ക് ചുവന്ന മുളക് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് മിക്സ് ആവുന്നവരെ വെക്കുക. ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ചിക്കൻ മസാല ചേർക്കുക. ഇനി ഗരം മസാല വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇതിൽ ചേർത്തത് ചിക്കൻ മസാലയാണ്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചെറിയ പീസായത് അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആവുന്നവരെ ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത കൊഴുക്കട്ട ചെറിയ പീസാക്കിയ കൊഴുക്കട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് സമയം മിക്സാക്കി വെച്ച ശേഷം നമുക്കത് ചൂടോട് കൂടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ചിക്കൻ കൊഴുക്കട്ട റെഡിയാണ്. നമുക്ക് മോർണിംഗ് സ്നാക്സിനും ഈവനിങ് സ്നാക്സിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.